നമുക്ക് വന്നു തൊഴുതാൽ എന്ത് കാര്യത്തിനും ബുദ്ധിവിധി കിട്ടും. എന്താണെന്ന് വെച്ചാൽ എനിക്ക് വീടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ദേവിയോട് പ്രാർത്ഥിച്ചിട്ടാണ് എനിക്ക് കിട്ടിയെന്നൊരു വിശ്വാസം. നമുക്ക് എന്തെങ്കിലും ഒരു സങ്കടം ഉള്ളിലുണ്ട് എന്നുണ്ടെങ്കിൽ അമ്മയുടെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ പെറ്റമ്മയോട് പറയുന്ന അതേ ഫീല് തന്നെയാണ് വരുന്നത്. റേഷൻ കാർഡ് മീഡിയ ക്ഷേത്രസന്നിധിയുടെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും നമസ്കാരം. നമ്മളിപ്പോൾ നിൽക്കുന്നത് എറണാകുളം ജില്ലയിൽ കോതമംഗലത്തിനടുത്ത് ഇരമല്ലൂർ എന്ന ദേശത്ത് സ്ഥിതി ചെയ്യുന്ന ഇരമല്ലൂർ ഭഗവതി ക്ഷേത്ര സന്നിധിയിലാണ്. ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് മറ്റൊരു ക്ഷേത്രവും ഇവിടെയുണ്ട്. പ്രത്യേകതകൾ നിറഞ്ഞ ഈ ക്ഷേത്രങ്ങളുടെ വിശേഷങ്ങൾ ക്ഷേത്ര ദർശനത്തിന് ശേഷം നിങ്ങളുമായി പങ്കുവയ്ക്കാം. ഇരമല്ലൂർ എന്ന ഗ്രാമപ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന അതിപുരാതനമായ ക്ഷേത്രമാണ് ഇരമല്ലൂർ ശ്രീ ഭഗവതി ക്ഷേത്രം. നാട്ടിൻപുറത്തെ വയലേലകൾക്ക് സമീപമായി ഗ്രാമത്തിൻ്റെ ഭംഗിയിലും പരിശുദ്ധിയിലും അലിഞ്ഞു നിലകൊള്ളുന്ന ഈ ക്ഷേത്രത്തിന് 1000 വർഷത്തിലേറെ കാലപ്പഴക്കം കണക്കാക്കപ്പെടുന്നു. ക്ഷേത്ര ചുറ്റമ്പലത്തിനകത്ത് കാണുന്ന പ്രധാന ശ്രീകോവിൽ കരിങ്കല്ലുകൾ കൊണ്ട് നിർമ്മിതമാണ്. ഈ മനോഹരമായ ചതുര ശ്രീകോവിലിനുള്ളിൽ സ്വയംഭുവായി സന്തുഷ്ടഭാവത്തിൽ വാണരുളുന്ന ശ്രീ ദുർഗാദേവിയാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ. ഈ ക്ഷേത്രത്തിൽ ഉപപ്രതിഷ്ഠകളായി ക്ഷേത്ര ചുറ്റമ്പലത്തിനകത്ത് പ്രധാന ശ്രീകോവിലിൻ്റെ തെക്ക് പടിഞ്ഞാറെ മൂലയിലായി ഒരു ശ്രീകോവിലിനകത്ത് കിഴക്കോട്ട് ദർശനമായി ശ്രീ മഹാഗണപതിയെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. ഈ ഗണപതി ശ്രീകോവിലിനോട് ചേർന്ന് ശ്രീ മഹാദേവനെയും കിഴക്കോട്ട് ദർശനമായി പ്രതിഷ്ഠിച്ചിരിക്കുന്നു. ഇത്രയുമാണ് ഈ ക്ഷേത്രത്തിലെ ഉപപ്രതിഷ്ഠകൾ. ഈ ഇരമല്ലൂർ ഭഗവതി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഒരു ഭദ്രകാളി ക്ഷേത്രവും ഇവിടെയുണ്ട്. ഈ ഭദ്രകാളി ക്ഷേത്രത്തെ മേൽക്കാവായും നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഇരമല്ലൂർ ഭഗവതി ക്ഷേത്രത്തെ കീഴ്ക്കാവുമായി സങ്കല്പിച്ചാണ് ഭക്തജനങ്ങൾ ഈ ക്ഷേത്രങ്ങളിൽ ആരാധന നടത്തി വരുന്നത്. മേൽക്കാവിൽ പടിഞ്ഞാറ് ദർശനമായി വാണരുളുന്ന ഭദ്രകാളി അമ്മ മേൽക്കൂരയില്ലാത്ത ഒരു ചതുര ശ്രീകോവിലിനകത്ത് മഞ്ഞും മഴയും വെയിലും കൊണ്ട് പ്രകൃതിയോടിണങ്ങിയാണ് ഈ മേൽക്കാവിനകത്ത് വാണരുളുന്നത്. ഈ ഭദ്രകാളിയമ്മ ഇരമല്ലൂർ ഭഗവതി ക്ഷേത്രത്തിൽ വാണരുളുന്ന ശാന്തസ്വരൂപിണിയായ ദുർഗഭഗവതിയിൽ നിന്നും വളരെ വ്യത്യസ്തമായി അതിരൗദ്രഭാവത്തിലാണ് ഈ മേൽക്കാവിൽ കുടിയിരിക്കുന്നത് എന്നുള്ള പ്രത്യേകതയും ഈ ഭദ്രകാളി ക്ഷേത്രത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മേൽക്കാവിൽ വാണരുളുന്ന ഭദ്രകാളി അമ്മയെ ദർശനം ചെയ്ത് കൈവട്ട ഗുരുതി വഴിപാടായി സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ ശത്രുദോഷ നിവാരണത്തിനും ആഭിചാര ദോഷങ്ങൾ അകലുന്നതിനും ഈ ഭദ്രകാളി ദർശനം അത്യുത്തമമാണ്. ഇനി ഇരമല്ലൂർ ക്ഷേത്രത്തിലെത്തുന്ന ഭക്തജനങ്ങൾക്കായി ഈ ക്ഷേത്രങ്ങളിലെ ദർശനക്രമത്തെക്കുറിച്ച് പറയാം. ദർശനക്രമം അനുസരിച്ച് കീഴ്ക്കാവിലെ ദുർഗാ ഭഗവതിയെ ആദ്യം ദർശനം ചെയ്ത ശേഷം വേണം ഈ മേൽക്കാവിലെ ഭദ്രകാളി അമ്മയെ ദർശനം ചെയ്യുവാൻ എന്നുള്ളതാണ് ശരിയായ ദർശനക്രമം. ഈ ദർശനക്രമത്തിലൂടെ ദർശനം ചെയ്താൽ മാത്രമേ ഇരമല്ലൂർ ഭഗവതി ക്ഷേത്രത്തിലെ ദർശനം പൂർണ്ണമാകൂ. അതുകൊണ്ട് ഭക്തജനങ്ങൾ എല്ലാവരും ഈ ദർശനക്രമം പാലിക്കേണ്ടതാണ്. ഇനി ഇരമല്ലൂർ ഭഗവതി ക്ഷേത്രത്തിലെ സ്വയംഭുവായ ദുർഗാ ഭഗവതിയും ഈ മേൽക്കാവിലെ ഭദ്രകാളി അമ്മയും എങ്ങനെയാണ് ഇവിടെ വന്നെത്തിയത് എന്നുള്ളതിനെക്കുറിച്ച് ഒരു ഐതിഹ്യ കഥയുണ്ട്. ആ ഐതിഹ്യ കഥ നിങ്ങളുടെ അറിവിലേക്കായി പറയാം. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇപ്പോൾ ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ഭൂപ്രദേശം വന്യമൃഗങ്ങൾ നിറഞ്ഞ ഘോരവനമായിരുന്നു. ഈ ഘോരവനത്തിൻ്റെ അധിപന്മാർ രാജാക്കന്മാരും ഭൂപ്രഭുക്കന്മാരും ബ്രാഹ്മണരുമായിരുന്നു. അവർ ഈ കാട് വെട്ടിത്തെളിച്ച് കൃഷി ചെയ്യുന്നതിനായി കുറച്ച് സാധാരണക്കാരായ കൃഷിക്കാരെ ഏൽപ്പിച്ചു. അങ്ങനെ ആ കർഷകർ ഈ ഭൂമിയിൽ കൃഷി ആരംഭിച്ചു. ആ കൃഷിയിൽ നിന്ന് ലഭിക്കുന്ന ധാന്യങ്ങളായിരുന്നു അവരുടെ ജീവിതമാർഗവും ജീവൻ നിലനിർത്തുന്ന ഭക്ഷണവും. അതുകൊണ്ട് തന്നെ അവർ രാവും പകലും കഠിനമായി അധ്വാനിച്ചു. അവരുടെ അധ്വാനത്തിൻ്റെ ഫലമായി ഈ പ്രദേശം
നല്ല വിളനിലങ്ങളായി മാറി. അങ്ങനെ കർഷകരുടെ പ്രാർത്ഥനയിൽ പ്രകൃതി ശക്തികളിൽ നിന്നും ഈ കൃഷിഭൂമിയെ സംരക്ഷിക്കുന്നതിനായി ഈ കൃഷിഭൂമിയുടെ മധ്യഭാഗത്ത് സന്തുഷ്ടഭാവത്തിൽ സ്വയംഭൂവായി തീർന്നതാണ് ഈ ഇരമല്ലൂർ ദുർഗാ ഭഗവതി. അതുകൊണ്ട് തന്നെ ഈ കൃഷിയിടങ്ങളിൽ പണ്ടുകാലത്ത് പണിയെടുത്തിരുന്ന കർഷകർ തങ്ങളെയും തങ്ങളുടെ വിളകളെയും സംരക്ഷിച്ചിരുന്ന ദേവിക്ക് തങ്ങളുടെ വിളഭൂമിയിൽ നിന്ന് ലഭിക്കുന്ന ആദ്യത്തെ വിളവ് കാണിക്കയായി സമർപ്പിച്ചിരുന്നു. അതിൽ ദേവി സംതൃപ്തയുമായിരുന്നു. അങ്ങനെ ദുർഗാദേവിയുടെ അനുഗ്രഹത്താൽ കൃഷിഭൂമിയിൽ സമ്പൽ സമൃദ്ധി നിറഞ്ഞു. എന്നാൽ ഈ സമ്പൽ സമൃദ്ധി നിറഞ്ഞതോടുകൂടി ശത്രുക്കളുടെ എണ്ണവും വർദ്ധിച്ചു. അങ്ങനെ ശത്രുക്കളിൽ നിന്നും ശത്രുക്കളുടെ ആക്രമണങ്ങളിൽ നിന്നും വന്യമൃഗങ്ങളിൽ നിന്നും രക്ഷ നേടുന്നതിനായി ഒരു പോംവഴി അവർ ആലോചിച്ചു. ഇതിൽ നിന്നും അവരെ രക്ഷിക്കുവാൻ ഭദ്രകാളിക്ക് മാത്രമേ കഴിയൂ എന്ന് മനസ്സിലാക്കിയ അവർ ഭദ്രകാളിയെ ആരാധിക്കുവാൻ തുടങ്ങി. കർഷകരുടെ പ്രാർത്ഥനയിൽ സംപ്രീതയായ ഭദ്രകാളി രൗദ്രഭാവത്തിൽ പ്രത്യക്ഷപ്പെട്ട് ഈ കർഷകരുടെയും ഈ വിളനിലങ്ങളുടെയും പരിപൂർണ സംരക്ഷണം ഏറ്റെടുത്തു. അങ്ങനെ മഞ്ഞും മഴയും വെയിലും കൊണ്ട് അവരെ സംരക്ഷിക്കുന്ന ആ ഭദ്രകാളി അമ്മയെ അവർ ഒരു മരത്തിൻ്റെ ചുവട്ടിൽ കുടിയിരുത്തി. ആ ഭദ്രകാളി അമ്മയാണ് ഇന്ന് മേൽക്കാവ് ക്ഷേത്രത്തിൽ രൗദ്രഭാവത്തിൽ പടിഞ്ഞാറ് ദർശനമായി കുടിയിരിക്കുന്നത്. അങ്ങനെയാണ് ഈ രണ്ട് ദേവീ ചൈതന്യങ്ങൾ കീഴ്ക്കാവിലും മേൽക്കാവിലുമായി ഈ ഇരമല്ലൂർ ദേശത്ത് വന്നെത്തിയത്. ഇനി ഇരമല്ലൂർ ക്ഷേത്രത്തിലെ ദുർഗാദേവിയെ ദർശനം ചെയ്ത് പ്രാർത്ഥിക്കുന്ന ഭക്തർക്ക് ലഭിക്കുന്ന അത്ഭുത സിദ്ധികളെക്കുറിച്ച് പറയാം. ഈ ഇരമല്ലൂർ ശ്രീ ദുർഗാദേവിയുടെ മുന്നിലെത്തി 49 ദിവസം മുടങ്ങാതെ സ്വയംവര പുഷ്പാഞ്ജലി സമർപ്പിക്കുന്നവർക്ക് വിവാഹ തടസ്സം നീങ്ങി എത്രയും പെട്ടെന്ന് ഫലസിദ്ധി കൈവരും എന്നാണ് വിശ്വാസവും അനുഭവവും. കൂടാതെ സവിശേഷമായ ഒരു ചടങ്ങ് വഴിപാടായി സ്ത്രീകൾ ഈ ദേവിക്ക് മുമ്പിൽ സമർപ്പിക്കാറുണ്ട്. അതായത് സന്താനലബ്ധിക്കും ഇഷ്ടസന്താനത്തിനും സുഖപ്രസവത്തിനുമായി സ്ത്രീകൾ ഇരമല്ലൂർ ഭഗവതിയുടെ മുന്നിലെത്തി തങ്ങളുടെ ഉദരം, അതായത് വയറ് ദേവിക്ക് മുന്നിൽ കാണിച്ച് ഉദ്ദിഷ്ടകാര്യം പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥനയിൽ ദേവി കടാക്ഷിക്കുന്നുണ്ട് എന്നുള്ളത് വലിയൊരു അത്ഭുതമാണ്. സാരി ധരിച്ചു വരുന്ന സ്ത്രീകൾക്ക് ഈ വിശേഷാൽ ചടങ്ങ് ഈ ക്ഷേത്രത്തിൽ വഴിപാടായി നടത്താവുന്നതാണ്. പണ്ടുകാലം മുതൽക്കേ ഈ വിശേഷാൽ ചടങ്ങ് വഴിപാടായി സമർപ്പിച്ചിട്ടുള്ളവർക്കെല്ലാം സന്താനലബ്ധിയും സുഖപ്രസവവും ഇഷ്ടസന്താനവും ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒരു അത്ഭുതമാണ്. ഈ വിശേഷാൽ ചടങ്ങ് വഴിപാടായി സമർപ്പിച്ച് ദേവിക്ക് മുന്നിൽ പ്രാർത്ഥിക്കുന്നതിനായി അറിഞ്ഞും കേട്ടും നിരവധി ഭക്തജനങ്ങളാണ് ഈ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ അവകാശി പുളിക്കാമടം എന്ന് പറയുന്ന തിരുമേനി കുടുംബമാണ്. ക്ഷേത്രം തന്ത്രി പുലിയന്നൂർ ശശിതമ്പൂരിപ്പാടാണ് ഇവിടുത്തെ ക്ഷേത്രത്തിൻ്റെ തന്ത്രി. ഇവിടെ സമീപ പ്രദേശത്ത് ഉള്ള ആളുകൾ കൃഷി ചെയ്യുമ്പോൾ ഈ ക്ഷേത്രത്തിന് ഉണ്ടെന്ന് കാഴ്ചയായിട്ട് ദേവിക്ക് ഇവിടുത്തെ ധാന്യങ്ങളും മറ്റ് വസ്തുക്കളും കാഴ്ചവയ്ക്കുകയും അവർക്കതിൻ്റെ ഫലങ്ങൾ കിട്ടുകയും ചെയ്തു പോന്നിരുന്നു. പിന്നെ ദേവിയോട് ഇവിടെ സമീപ പ്രദേശങ്ങളിലുള്ള ആളുകൾ ഇവിടെ സന്താനലബ്ധിക്കുമായിട്ട് ആളുകൾ ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുകയും അവരുടെ ഉദരം കാണിച്ച് ദേവിയോട് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ അവരുടെ ഉദ്ദിഷ്ട കാര്യങ്ങൾ സാധിക്കുകയും ചെയ്തു പോന്നിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഇന്നും ഒരു ചടങ്ങായിട്ട് ഇത് നടത്തി പോരുന്ന വിശ്വാസികൾ അതിന് ഫലം കണ്ട് നിരവധി പേരിവിടെ പറയപ്പെടുകയും ഞങ്ങളോട് സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്, ഉദ്ദിഷ്ട കാര്യങ്ങൾ സാധിച്ചതായിട്ടൊക്കെ. അതിൻ്റെ അടിസ്ഥാനത്തിൽ അറിഞ്ഞും കേട്ടും മറ്റ് നിരവധി ഭക്തർ ദിനംപ്രതി ഇവിടെ വന്നു പോകുന്നുണ്ട്. ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നത് എല്ലാം സാധിച്ച് അമ്മ തരുന്നുണ്ട്. എന്തിനും ഞങ്ങൾ നാട്ടുകാർക്ക് ഒരു ആശ്രയം എന്ന് പറയുന്നത് അമ്മയാണ്. അപ്പോൾ അമ്മയുടെ അടുത്ത്
വന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു സങ്കടം ഉള്ളിലുണ്ട് എന്നുണ്ടെങ്കിൽ അമ്മയുടെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ പെറ്റമ്മയോട് പറയുന്ന അതേ ഫീല് തന്നെയാണ് വരുന്നത്. ഇതിപ്പോൾ പറയുകയാണെങ്കിൽ എനിക്ക് ഞാൻ എന്നെ കല്യാണം കഴിച്ചുകൊണ്ടും കൂടെ വന്നതാണ്. അപ്പോൾ ഇവിടെ വീട്ടിലെ അമ്മയാണെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ട്, അമ്മയ്ക്കും എന്ത് കാര്യങ്ങളും സാധിച്ചു തരുന്നത്, നമ്മളൊരു ആശ്രയം എന്ന് പറഞ്ഞ് വരുന്നത് അമ്മയുടെ അടുത്താണ്. അതുപോലെ തന്നെ നമ്മളെ ഒരിക്കലും ഇന്നേ വരെ ഒരിക്കലും ഒരു കാര്യത്തിനും കൈവിട്ടിട്ടില്ല അമ്മ. എന്ത് കാര്യത്തിനും നമുക്കത് സാധിക്കും, നമുക്കത് കൊണ്ട് ഗുണമുണ്ട് എന്നുള്ളതൊക്കെ അമ്മ നമുക്ക് സാധിച്ചു തന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ വന്നിട്ട് 24 വർഷമായി. അന്ന് തൊട്ടേ ഈ ക്ഷേത്രത്തിൽ വന്ന് തൊഴാറുണ്ട്, പറ്റും പോലെയൊക്കെ തൊഴാറുണ്ട്. ചൊവ്വയും വെള്ളിയാണ് ഇവിടെ പ്രധാനം. എനിക്ക് വീടുണ്ടായിരുന്നില്ല, അപ്പോൾ ഈ ദേവിയുടെ മുമ്പിൽ പ്രാർത്ഥിച്ച്, അതുപോലെ ഈശ്വര വിശ്വാസം ഉള്ളത് കൊണ്ട് ഞാൻ ദേവിയെ പ്രാർത്ഥിച്ചു. എനിക്ക് ദേവി അത് തന്നു. അപ്പോൾ ഈശ്വരൻ്റെ ഒരു കടാക്ഷം എന്നാണ് എൻ്റെ വിശ്വാസം. വന്ന് തൊഴുക, ഈ അമ്മ അനുഗ്രഹിക്കും. തീർച്ചയായിട്ടും മനസ്സറിഞ്ഞ് വിളിച്ചാൽ തീർച്ചയായിട്ടും അനുഗ്രഹം കിട്ടും. ഇരമല്ലൂർ ഭഗവതി ക്ഷേത്രം എൻ്റെ കുടുംബക്ഷേത്രമാണ്. അതുകൊണ്ട് ഞാൻ മാസത്തിലൊരിക്കൽ വരാറുണ്ട് ഇവിടെ. അമ്മയ്ക്ക് വേണ്ട എന്നാന്ന് വെച്ചാൽ വഴിപാടുകൾ ചെയ്യും. നമ്മുടെ കുടുംബക്ഷേത്രത്തിൽ ആദ്യം വരും, അത് കഴിഞ്ഞിട്ട് പ്രാർത്ഥിച്ച് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു തടസ്സം വരാറില്ല ഇതുവരെയായിട്ടും. ഞങ്ങളുടെ വീടിന് വാർക്ക നടക്കുന്ന സമയമാണ്, ഭയങ്കര മഴയുള്ള സമയമാണ്. നമുക്ക് വാർക്കാൻ പറ്റില്ലാത്ത അവസ്ഥയാണ്. ഇന്നത്തെ പോലെ അല്ല അന്ന് ജൂൺ മുതൽ മഴ അങ്ങ് തുടങ്ങിയ പിന്നെ മഴയ്ക്ക് ശമനമില്ല. ആ മഴയത്ത് നമ്മൾ വാർക്ക ഇങ്ങനെ തീരുമാനിച്ചിരിക്കുന്ന സമയം, ഒരു തുള്ളി പോലും മാറില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വാർക്ക തീരുമാനിച്ചത്. എൻ്റെ മോൻ എന്നോട് പറഞ്ഞു, ഇളയ മോൻ വന്ന് പറഞ്ഞു, അവൻ പോയി പ്രാർത്ഥിച്ചു, അമ്മയൊന്ന് ചെല്ലമ്മേ ഭഗവതിയുടെ അടുത്തെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ അന്ന് രാവിലെ വന്ന് പ്രാർത്ഥിച്ച് ആ മഴ അങ്ങനെ തന്നെ പിറ്റേ ദിവസം 4 മണിക്കാണ് പിന്നെ മഴ പെയ്തത്. അങ്ങനെ അനുഭവം. പിന്നെ എൻ്റെ മോന് ജോലി കിട്ടാൻ, പുറത്തു പോകാൻ, അങ്ങനെയുള്ള എല്ലാം സാധിച്ചു തന്നേക്കുന്നത് അമ്മയാണ്. ഇരമല്ലൂർ ഭഗവതി ക്ഷേത്രത്തിൽ വന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിനൊരു സമാധാനവും, അതുപോലെ ആഗ്രഹം സാഫല്യം, അങ്ങനെയെല്ലാം രോഗശാന്തി എല്ലാം ഉണ്ടാവും എന്നാണ്. ഞാനിവിടെ വന്ന് പുഷ്പങ്ങളും അമ്പലത്തിലേക്ക് വേണ്ടതായ ദ്രവ്യങ്ങളും സമർപ്പിച്ച് തൊഴുത് മടങ്ങാറുണ്ട്. എന്ത് ടെൻഷനായിട്ട് ഇവിടെ വന്നാലും നമുക്കതൊരു കാം മൈൻഡായിട്ട് തിരിച്ചു പോകാൻ പറ്റിയിട്ടുള്ളൂ. ഇനി ഇരമല്ലൂർ ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ വിശേഷ ദിവസങ്ങളെക്കുറിച്ച് പറയാം. ചൊവ്വ, വെള്ളി, ഞായർ എന്നീ ദിനങ്ങൾ ഈ ക്ഷേത്രത്തിൽ വിശേഷ ദിനങ്ങളായി ആചരിച്ചു വരുന്നു. കൂടാതെ എല്ലാ മാസത്തിലെയും കാർത്തിക നാളിൽ ഈ ക്ഷേത്രത്തിൽ കാർത്തിക ഊട്ടും ഭഗവതി സേവയും നടത്തിവരുന്നു. മാത്രമല്ല എല്ലാ മാസത്തിലെയും ആയില്യം നാളിൽ ക്ഷേത്ര തിടപ്പള്ളിയിൽ സർപ്പത്തിന് പത്മമിട്ട് സർപ്പപൂജ നടത്തിവരുന്നു. ഈ വിശേഷ ദിവസങ്ങളിലെല്ലാം തന്നെ നിരവധി ഭക്തജനങ്ങളാണ് ഈ ക്ഷേത്രത്തിൽ ദർശനത്തിനായി എത്തിച്ചേരുന്നത്. ക്ഷേത്രത്തിൽ പ്രധാന ദിവസം എന്ന് പറയുന്നത് വെള്ളി, ചൊവ്വയാണ്. പിന്നെ പ്രധാനമായിട്ടും മുപ്പട്ടുവെള്ളി, മലയാള മാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ചയ്ക്കാണ് മുപ്പട്ടുവെള്ളി എന്ന് പറയുന്നത്. അതിന് ക്ഷേത്രത്തിൽ വിശേഷമായിട്ട് അഷ്ടദ്രവ്യ ഗണപതി ഹോമം നടക്കുന്നുണ്ട്. പിന്നെ എല്ലാ മാസത്തിലും കാർത്തിക നാളിൽ വൈകിട്ട് ഭഗവതി സേവയും അന്നദാനവും ഉണ്ട്, കാർത്തിക കൂട്ടായിട്ട് നടത്തപ്പെടുന്നുണ്ട്. പിന്നെ വൃശ്ചിക മാസത്തിലെ കാർത്തികയാണ് മെയിൻ പ്രതിഷ്ഠാദിനം, കലശങ്ങളും കാര്യങ്ങളുമായിട്ട് വരുന്നത്. അന്ന് പിന്നെ നവാഹം ഒക്കെ ഉണ്ട്. പിന്നെ മകമാസത്തിൽ മകം തൊഴിലുണ്ട്, കുംഭമാസത്തിലെ മകം, ചോറ്റാനിക്കര മകം, ആ സമയത്ത് മകം തൊഴിലുമുണ്ട്. പിന്നെ നിരവധി ഭക്തജനങ്ങൾ ക്ഷേത്രത്തിൽ വരുന്നുണ്ട്. ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യങ്ങളും ഇതൊക്കെ കേട്ടറിഞ്ഞ് പല ഭാഗത്തുനിന്നും ദൂര സ്ഥലങ്ങളിൽ നിന്നും ആൾക്കാർ വരുന്നുണ്ട്. ഇവിടുത്തെ മെയിൻ പ്രതിഷ്ഠ എന്ന് പറയുന്നത് ദുർഗയാണ്. അത് സ്വയംഭൂ ഭാഗത്തിൽ കിഴക്കോട്ട് ദർശനമായിട്ടിരിക്കുന്ന ദുർഗാ ഭഗവതിയാണ്. അപൂർവ ക്ഷേത്രങ്ങളിലാണ് സ്വയംഭൂവായിട്ടിരിക്കുന്ന ദുർഗാ ഭഗവതി ഉള്ളൂ. പിന്നെ ഉപദേവതയായിട്ട് വരുന്നത് ശിവനും ഗണപതിയാണ്. ശിവന് ധാര, ഗണപതിക്ക് ഗണപതി ഹോമം, മൃത്യുഞ്ജയ പുഷ്പ, ഗണപതിക്ക് ഗർഗമാല, കുറ്റിമാലയൊക്കെയാണ് പ്രധാനമായിട്ട് വഴിപാട് വരുന്നത്. ദുർഗാ ഭഗവതിയെ സംബന്ധിച്ച് മെയിനായിട്ട് വരുന്നത് കൂട്ടുപായസം, ദിവസപൂജ, നെയ്വിളക്കാണ് ഇവിടെ ഏറ്റവും പ്രധാനവും. പിന്നെ കെടാവിളക്കെന്ന് പറഞ്ഞാൽ അതാണ് ഏറ്റവും പ്രധാനവും. കെടാവിളക്ക് എന്ന് പറഞ്ഞാൽ ആൾക്കാരുടെ എല്ലാ ദോഷങ്ങളും ഇതൊക്കെ മാറാനാണ് കെടാവിളക്ക് നമ്മൾ കത്തിക്കുന്നത്. അത് വെളിയിൽ ഭക്തർ തന്നെയാണ് ഒഴിക്കുന്നത്. നെയ്വിളക്ക് കാര്യസിദ്ധിക്കും ഇതിനും വേണ്ടിയിട്ടാണ് നെയ്വിളക്ക് കത്തിക്കുന്നത്. പിന്നെ ഇതോടുകൂടി തുല്യ പ്രാധാന്യത്തിൽ വരുന്നതാണ് ഭദ്രകാളി ക്ഷേത്രം. തൊട്ട് മേളിലാണ് മേൽക്കാവ്. അവിടെ നനയുന്ന ഭദ്രകാളിയാണ്. പണ്ട് ഒരു മരത്തിൻ്റെ ചുവട്ടിലായിരുന്നു, പ്രതിഷ്ഠ കഴിഞ്ഞിട്ട് കുറച്ച് നാളുകളായിട്ടേ ഉള്ളൂ. അപ്പോൾ അത് നനയുന്ന ഭദ്രകാളിയാണ്. അവിടെ മെയിൻ വഴിപാടെന്ന് പറയുന്നത് കൈവട്ട ഗുരുതിയും ഗുരുദുഷ്പാഞ്ജലിയാണ്, കടുംബായസവും. ഇവിടുത്തെ പ്രാധാന്യം മനസ്സിലാക്കി നിരവധി ഭക്തജനങ്ങൾ ക്ഷേത്രത്തിൽ വരുന്നുണ്ട്.
ഇനി ഇരമല്ലൂർ ശ്രീ ദുർഗ ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവത്തെക്കുറിച്ച് പറയാം. വൃശ്ചിക മാസത്തിലെ കാർത്തിക നാളിലാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവം ആചരിച്ചു വരുന്നത്. 10 ദിവസം നീണ്ടു നിൽക്കുന്ന നവാഹത്തോടു കൂടിയ ഉത്സവമാണ് ഇവിടെ ആചരിച്ചു വരുന്നത്. എന്നാൽ മേൽക്കാവിലെ ഭദ്രകാളി ക്ഷേത്രത്തിൽ കുംഭമാസത്തിലെ പുണർത നാളിലാണ് പ്രതിഷ്ഠാദിന മഹോത്സവമായി ആചരിച്ചു വരുന്നത്. ഈ ഉത്സവ നാളുകളിൽ ഈ 2 ക്ഷേത്രങ്ങളിലും നിരവധി ഭക്തജനങ്ങളാണ് എത്തിച്ചേരുന്നത്. ഇരമല്ലൂർ ഭഗവതി ക്ഷേത്രത്തിൽ സാധാരണഗതിയിൽ ഉത്സവം കുംഭമാസത്തിലെ പുണർദം നക്ഷത്രത്തിൽ ആരംഭിച്ച് പുണർദം, പൂയം, ആയില്യം, വലിയ കുരുതി, പിറ്റേന്ന് മകം. ചോറ്റാനിക്കര സാധാരണഗതിയിൽ ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ മകം നടക്കുന്ന അന്നേ ദിവസം തന്നെയാണ് നമ്മളും ഇവിടെ ക്ഷേത്രത്തിൽ മകം പ്രധാനമായിട്ട് ആചരിക്കുന്നത്. പുണർദത്തിൻ്റെ അന്ന് മേൽക്കാവിൻ്റെ പ്രതിഷ്ഠാദിനവും അതോടനുബന്ധിച്ച് ഭക്തജനങ്ങൾക്ക് പ്രസാദ സദ്യയും നടത്തി വരാറുണ്ട്. പിറ്റേന്ന് നടക്കുന്ന പൂയം, അതുപോലെ ആയില്യം നക്ഷത്രത്തിൽ നടത്തുന്ന വലിയ കുരുതിയാണ് മേൽക്കാവിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങായിട്ട്. 12 പാത്രം വലിയ കുരുതി ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ നടത്തുന്ന അതേ സമ്പ്രദായത്തിൽ തന്നെ നമ്മൾ 12 പാത്രം വലിയ കുരുതി പുലിയന്നൂർ തന്ത്രിയുടെ ആഭിമുഖ്യത്തിലാണ് സാധാരണഗതിയിൽ ക്ഷേത്രത്തിൽ നടത്താറുള്ളത്. അന്നേ ദിവസം വിപുലമായിട്ടുള്ള രീതിയിലുള്ള പ്രസാദ സദ്യയും ക്ഷേത്രത്തിൽ നടത്തപ്പെടാറുണ്ട്. പിറ്റേന്ന് നടത്തുന്ന മകമാണ് ക്ഷേത്രത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിശേഷമായിട്ടുള്ള ഉത്സവ ദിവസം. അന്നേ ദിവസം താലപ്പൊലി, അതുപോലെ എഴുന്നള്ളിപ്പ്, എല്ലാ ചടങ്ങുകളും ക്ഷേത്രത്തിൽ നടത്തി വരാറുണ്ട്. ഉച്ച സമയത്ത് മകൻ ദർശനവും വിപുലമായിട്ടുള്ള പ്രസാദ സദ്യയും മഹാപ്രസാദമായിട്ട് നടത്തുന്ന പ്രസാദ സദ്യയും ക്ഷേത്രത്തിൽ നടത്തപ്പെടും. അന്നേ ദിവസം വൈകിട്ട് നമ്മൾ വിശേഷമായിട്ടുള്ള കലാപരിപാടികൾ, ഘോഷയാത്ര, അങ്ങനെയുള്ള ചടങ്ങുകളും ക്ഷേത്രത്തിൽ നടത്താറുണ്ട്. വൃശ്ചികത്തിലെ കാർത്തികയാണ് നമ്മൾ ഭഗവതിയുടെ പിറന്നാളായിട്ട് ആഘോഷിക്കാനായിട്ട് നമുക്ക് നിർദ്ദേശം കിട്ടിയിട്ടുള്ളത്. ആയതിന് സാധാരണഗതിയിൽ നവാഹം 9, അതിന് മുന്നേ തലേന്ന് തീരുന്ന രീതിയിൽ, തലേന്ന് തീരുന്ന രീതിയിലുള്ള 9 ദിവസത്തെ നവാഹം ക്ഷേത്രത്തിൽ നടത്തപ്പെടാറുണ്ട്. അതിൻ്റെ പിറ്റേ ദിവസമായിരിക്കും സാധാരണഗതിയിൽ കാർത്തിക നക്ഷത്രം നമ്മൾ ആഘോഷിക്കാറ്. കാർത്തികയുടെ അന്ന് വൈകുന്നേരം ക്ഷേത്രത്തിൽ വലിയ രീതിയിലുള്ള ദീപക്കാഴ്ചയും സാധാരണഗതിയിൽ ഒരുക്കാറുണ്ട്. വൃശ്ചികത്തിലെ കാർത്തികയ്ക്കും അതോടൊപ്പം കുംഭമാസത്തിലെ മകത്തിനും അനേക ഭക്തജനങ്ങൾ, ദൂര ദിക്കുകളിൽ നിന്നുള്ള അനേകം ഭക്തജനങ്ങൾ ക്ഷേത്രത്തിൽ എത്തിച്ചേരാറുണ്ട്. സ്വയംഭൂവായിട്ടുള്ള ഈ ഭഗവതി പല മൂലകുടുംബക്കാരുടെയും ഒരു മൂലകുടുംബ ക്ഷേത്രമായതുകൊണ്ട് ദേശങ്ങളിൽ നിന്ന് പോലും അനേകം ഭക്തജനങ്ങൾ സാധാരണഗതിയിൽ ക്ഷേത്രത്തിൽ എത്തിച്ചേരാറുണ്ട്. ഇരമല്ലൂർ ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെത്തി വ്യത്യസ്ത ഭാവത്തിലുള്ള 2 ദേവിമാരെയും മറ്റു ഉപദേവതകളെയും ദർശനം ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ നമ്മളുടെ മുന്നോട്ടുള്ള ജീവിതത്തിന് വലിയൊരു ഊർജ്ജമാണ് ഈ ദേവിമാർ നൽകുന്നത്. കീഴ്ക്കാവിലമ്മ സർവ്വ ഐശ്വര്യങ്ങളും ഉദ്ദിഷ്ടകാര്യസിദ്ധിയും വരമായി നൽകുമ്പോൾ മേൽക്കാവിലമ്മ സർവ്വ ദുരിത ദോഷങ്ങളും അകറ്റി നമ്മെ നേർവഴിക്ക് നയിക്കുന്നു. ഈ ദേവിമാരുടെയും മറ്റു ഉപദേവതകളുടെയും സർവാനുഗ്രഹങ്ങളും വാങ്ങി ക്ഷേത്രസന്നിധി ഈ പുണ്യഭൂമിയിൽ നിന്നും കൂടുതൽ കരുത്തോടെ ജൈത്രയാത്ര തുടരുന്നു. റേഷൻ കാർഡ് മീഡിയ ക്ഷേത്രസന്നിധിയുടെ പുതുമയുള്ള ക്ഷേത്രവിശേഷങ്ങളുമായി അടുത്തയാഴ്ച വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. ക്ഷേത്രസന്നിധിയിലമരുന്ന ഭഗവാനും ഭഗവതിയും സദാസമയവും അനുഗ്രഹം ചൊരിയുന്ന, സദാസമയവും അനുഗ്രഹം ചൊരിയുന്ന ക്ഷേത്രസന്നിധി